IPL വീണ്ടും ഒരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് വേദിയൊരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ടൂർണമെൻറ്റിലെ അതികായകന്മാരെന്ന് വിശേഷിക്കപ്പെടുന്ന മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള വമ്പൻ പോരാട്ടമാണ് വ്യാഴാഴ്ച വാങ്കഡയിൽ നടക്കാനായിട്ട് പോകുന്നത്. ഈ സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോയെ വലിയ ആവേശത്തോടെയാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത്. 5 തവണ വീതം ചാമ്പ്യന്മാരായ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും എല്ലായ്പ്പോഴും പ്രവചിക്കാൻ പറ്റുന്നതിൽ അതീതമായിട്ടാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ടീമുകളും ഈ സീസണിൽ അത്ര മികച്ച പോരാട്ടമല്ല പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും ജയം അനിവാര്യമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയണ്ട. പക്ഷെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ചെന്നൈ തോൽക്കുകയും മുംബൈ ഇന്ത്യൻസ് ജയത്തിൽ തുടർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിനാണ് കളിയിൽ മുൻതൂക്കം എന്ന് വേണമെങ്കിൽ പറയാം. കരിയറിൽ ആദ്യമായിട്ട് എൽ ക്ലാസിക്കോ കളിക്കുന്ന CSKയുടെ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ഇത്ര റണ്ണെടുക്കുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ മത്സരങ്ങളിൽ എടുത്ത് നോക്കുന്ന സമയത്ത് സഞ്ജു സാംസന്റെ കളിയുടെ മികവിൽ മാത്രമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചിരിക്കുന്നത്. സഞ്ജു സാംസൺ ഫോം ഔട്ട് ആകുന്ന സാഹചര്യങ്ങളിൽ എല്ലാ കളിയിലും ചെന്നൈ തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ കളിയെ മുൻനിർത്തിയിട്ടായിരിക്കും ഈ കളി ചെന്നൈ ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളത് എന്തായാലും വിലയിരുത്താനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ തന്നെ ആയിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ചെന്നൈയും മുംബൈയും തമ്മിലുള്ള ഈ മത്സരത്തിൽ ആര് ജയിക്കുമെന്നുള്ളത് AI ടൂൾ വിലയിരുത്തുന്നതടക്കം മുംബൈക്കാണ് സാധ്യത കൂടുതലും കാണിക്കുന്നത്. 100% എടുത്ത് നോക്കുന്ന സമയത്ത് 40% ചെന്നൈയും 60% മുംബൈക്കുമാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ഗ്രൗണ്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുമാത്രമല്ല, ഇരു ടീമുകൾ തമ്മിലുള്ള ടോട്ടൽ മത്സരങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് 21 മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസ് ജയിച്ചപ്പോൾ CSK 18ലാണ് വിജയിച്ചിരിക്കുന്നത്. ഇരു ടീമുകളുടെയും കരുത്ത് നോക്കിയാലും CSKയ്ക്ക് മുകളിലാണ് മുംബൈ ഇന്ത്യൻസ് നിൽക്കുന്നത് സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാമുള്ള ലോകോത്തര ബാറ്റിംഗ് നിരയാണ് മുംബൈ ഇന്ത്യൻസിനുള്ളത്. അതിൽ ബൗളിംഗ് നിരയ്ക്ക് വരുന്ന സമയത്ത് ജസ്പ്രീത് ബുംറ നയിക്കുന്ന അതിശക്തമായ ഒരു ബൗളിംഗ് നിരയും മുംബൈ ഇന്ത്യൻസിനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു രണ്ട് ടീമുകളെയും തമ്മിൽ താരതമ്യേന വ്യത്യാസപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ടീമിൻ്റെ സ്ട്രെങ്ത് എടുത്ത് നോക്കുന്ന സമയത്ത് മുൻതൂക്കം എപ്പോഴും മുംബൈ ഇന്ത്യൻസിനാണ്. പക്ഷെ കളിയിൽ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. കാരണം കളി എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും ജയസാധ്യതയുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ ഇപ്പോൾ വിലയിരുത്താം